തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം. അങ്ങനെ തോൽക്കില്ല. നിങ്ങൾ ചിലപ്പോൾ ഉത്തരം പറയേണ്ടി വരും. എന്തിന്? ആൻസർ എന്തെന്നാ അതിന്റെ ക്ലൂ കിട്ടിയില്ല. ഇല്ല, ഞാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടാ ഇപ്പൊ പരിപാടി അവതരിപ്പിച്ചോണ്ടിരിക്കുന്നത്. ശരി. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്നെ അവഗണിച്ചതിനുള്ള ഉത്തരം നിങ്ങൾ ചിലപ്പോ പറയേണ്ടി വരും. അതെന്താ അത്? അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരാൾ ഇറക്കുവാണ് ഉത്തരം പറയാൻ. എവിടെ നിന്ന് ഇറക്കിയത് ആളെ? ലെറ്റ്സ് വെൽക്കം ആൻസർ കുട്ടി ഓൺ സ്റ്റേജ്. ഉത്തരം മുത്തുമ്പോൾ ഞങ്ങൾ കൊഞ്ഞിനെ കുത്തും. ആള് വരുമ്പോ കൊഞ്ഞിനെ കുത്തിക്കോളും. ചോദിക്ക്, എനിക്ക് വേണ്ടി ചോദിക്ക്. എന്നെ ഇവിടെ നാണം കെടുത്ത ആൻസർ കുട്ടി. എന്തിന് അറിയില്ല, ചേട്ടന്റെ കഴിവ് കൂടുതൽ കണ്ടോണ്ടാണെന്ന് തോന്നുന്നു. എന്തിനാ കളിയാക്കണേ? ഇതാ ചോദിക്കുന്നേ. എന്റെ പൊന്നെ, എന്റെ പൊന്നെ, ഇതെന്ത് രസമാണ്. എന്താ പറയണെന്ന് ചോദിക്ക്, എനിക്ക് വേണ്ടി സംസാരിക്കും. പുറത്ത് വെച്ചിട്ട് നമ്മൾ അത്രയും കൂട്ടായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ എന്നെ ഇവിടെ ഇത്രയും 3 പേരും ശരിക്കും കൂട്ടാണോ? ആ പിന്നെ കൂട്ടല്ലേ? ഇല്ല, ആ എനിക്ക് തോന്നുന്നില്ല. മോടെ ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് ആ അങ്ങനെ സൗണ്ട് കേട്ടു. എന്റെ ആണോ ആൻസർ കുട്ടി? ഓ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചു വരുത്തിയതാ. വിളിച്ചു വെച്ചത്. ആ ആൻസർ കുട്ടി, എന്തോ എനിക്ക് കിട്ടേണ്ട ആൻസർ ഡെയിനുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണോ, ഇഷ്ടമാണോ? ഡെയിനങ്കിളിനെ ഇഷ്ടം. ഇഷ്ടമാ. അങ്കിളൊന്ന് ആൻസർ കുട്ടി, എന്തോ നല്ല ഭംഗിയായിട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതെ. ഏത് പാട്ടാ പാടാൻ വന്നേക്കണേ? പൂവിരിഞ്ഞല്ലോ ഇന്നെന്റെ മുറ്റത്ത്. കാണുമെന്നല്ലോ ഇന്നെ ജീവന്. ആരാണ് ഇത്? മ്യൂസിക് ശ്യാം സാർ, ലിറിക്സ് സത്യനന്ദികാട് സാർ, ആൻഡ് സിംഗേഴ്സ് യേശുദാസ് സാർ ആൻഡ് പി സുശീലമ്മ. പിന്നെ സിനിമയുടെ ഇയർ 1979 ആൻഡ് സിനിമയുടെ പേര് എനിക്ക് ഞാൻ സ്വന്തം. എനിക്ക് നാൻ സ്വന്തം. ഞാൻ. ഓക്കെ, തകർക്കണേ. എന്നാ തുടങ്ങിക്കോ. ഞാൻ പറക്ക്. ആരാരോ
വെരി ഗുഡ് വെരി ഗുഡ്. ആ ശബാഷ്. അയ്യോ ശരിക്കും ഉറക്കം വന്നു. അല്ലേ ഞാൻ വിചാരിച്ചു റീമി എന്താ കൊറേ ആരിരോ കേട്ടപ്പോ എല്ലാവർക്കും ഉറക്കം വന്നോ? വന്നു എനിക്ക് വന്നു. വന്നാ? ആ. ആൻസർ കുട്ടി എന്തോ നല്ല സ്മൂത്ത് ആയിട്ട് മോള് പാടിക്കൊണ്ട് പോയി. അപ്പൊ അത് കാരണം എല്ലാവർക്കും ഉറക്കം ഇങ്ങനെ ഒരു ചായ പോലെ വന്നു എന്നാണ് ഇവിടെ പൊതുജന പതുക്കെ സംസാരം. ഒരു ആ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ചില സ്ഥലങ്ങളൊക്കെ കുറച്ച് പതിഞ്ഞു പോയി. പഞ്ചവാദ്യം തേരോട്ടം, അത് കഴിഞ്ഞ് അമ്പലത്തിലെ ഉത്സവത്തിന് 1000 തേര്, അവിടെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ബലപ്പിക്കാം മോക്ക്. അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നിയില്ല, എന്നാലും ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഒന്ന് പാടി നോക്കി. അമ്പലത്തില് ഉത്സവത്തിന് 1000 പേര്, ചെണ്ടമേളം തകിലുമേളം പഞ്ചവാദ തേരോട്ടം. അടുത്ത് അമ്പലത്തിലെ ഉത്സവത്തിന് 1000 പേര്, ചെണ്ടമേളം തകിലുമേളം പഞ്ചവാദ തേരോട്ടം. മൂവന്തിക്ക് തലപ്പൊഴി, ദേവരിക്ക് പൂക്കാവടി. എന്തോന്നിന് പൂക്കാവടി? ദേവരിക്ക് പൂക്കാവടി. തേവർക്ക്. തേവർക്ക്. അതൊക്കെ ക്ലാരിറ്റി വേണം കേട്ടോ മോളെ. സംഭവം കൊള്ളാം. ഒരു കാര്യം കൂടെ മോള് അങ്കിളിന് വേണ്ടി ചെയ്യണം. ഈ പാടുമ്പോ ചിരിച്ചോണ്ട് പാടണം. ഇത് മോള് പാടുമ്പോഴത്തെ ഏതാണ്ട് ഒരു കട്ടുറുമ്പ് കടിച്ച പോലെ ഉണ്ട്. ബാക്കിലും കണ്ട് ഒരു കട്ടുറുമ്പ് ഇടുന്നു, നീ പാടടി എന്ന് പറഞ്ഞു അടിച്ചോണ്ടിരിക്കുന്നു. ഒന്ന് ചിരിച്ചോണ്ട് പാടിക്കാ നോക്കട്ടെ. അമ്പലത്തിലെ ഉത്സവത്തിന് 1000 പേര്, ചിരിക്ക്. ആ ചെണ്ടമേളം തകിലുമേളം പഞ്ചവാദ തേരോട്ടം. പഞ്ചവാദ തേരോട്ടം. ആ അടുത്ത മൂവന്തിക്ക് ചിരിക്ക്. മൂവന്തിക്ക് തലപ്പൊലി. മൂവന്തിക്ക് തലപ്പൊഴി, ദേവരിക്ക് പൂക്കാവടി. ദേവരിക്ക് പൂക്കാവടി. ഞങ്ങളുമുണ്ടേ പൂരം കാണാൻ. ഇത്രയും സ്ഥലം മോള് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ. അപ്പൊ മോള് തന്നെ പറയും, കഴിഞ്ഞ പാട്ടുകളൊക്കെ ഞാൻ ചിരിച്ചോണ്ട് പാടായിരുന്നു, ഉറപ്പായിട്ട് പറയും. അപ്പൊ അടുത്ത പാട്ട് പാടാൻ വരുമ്പം മൊത്തം ചിരിയായിരിക്കും ഇവിടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആൻസർ കുട്ടി എന്തോ നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങളാണ് എനിക്കും തോന്നിയത്. എന്തായാലും ഇന്ന് കാണാൻ നല്ല ഐശ്വര്യമുണ്ട്. പൂവൊക്കെ ചൂടി ഈ ബ്ലൗസും പാവാടയൊക്കെ ഇട്ട് അല്ലേ? ചുണ്ടിന് മോളായിട്ടുണ്ട്. അതെ, ചുന്ദരിയാ. അതെ, ഇടയ്ക്ക് ചിരിക്കണത് കാണാനും ക്യൂട്ടാണ്. പക്ഷെ പാട്ട് ചിരിച്ചു പാടണം കേട്ടോ. അപ്പൊ അങ്കിൾ ഒരു പാട്ട് പാടിത്തരാം. ഇത് ചിരിച്ചിട്ടാണോ കരഞ്ഞിട്ടാണോ? ഇത് ചിരിച്ചിട്ടാ. ചിരിച്ചിട്ടാണ്. ഓക്കെ. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്, കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല ചിരിച്ചാൽ ഒരു പൂങ്കുഴലി. തളിരും കോരി കുളിരും കോരി 100 പാലും കുറിയും തൊട്ട് നടക്കും പെണ്ണ്. കരയാറില്ല കരഞ്ഞാൽ ഒരു കരിങ്കുഴലി. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്, കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. കറക്റ്റ് പാട്ട്. അറിയാണ്ട് മോചേട്ടൻ എടുത്തതായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ സിറ്റുവേഷൻ പറഞ്ഞു വന്നപ്പോ വളരെ ആപ്റ്റ് ആയി പോയി. കരയാനും പറ്റിയ പാട്ട്. ചിരിക്കാറില്ല, പക്ഷെ ചിരിച്ച അതൊരു സംഭവം തന്നെ. കരയാറില്ല, കരഞ്ഞ ഒരു 1.5 നില. കരയാറൊന്നുമില്ല. എപ്പോഴെങ്കിലും അമ്മ തല്ലുമ്പോ. അമ്മ തല്ലാറുണ്ടോ? അമ്മ ടീച്ചറല്ലേ? അമ്മ തല്ലാണോ പിച്ചാണോ ചെയ്യാറ്? തല്ലേം പിച്ചേം ചെയ്യും. ചെയ്യാറുണ്ടോ? രണ്ട് ചെയ്യും. ഞാൻ തിരിച്ചാണ് ചെയ്യും. തിരിച്ചും കൊടുക്കാറുണ്ടോ? തിരിച്ചും ചെയ്യും. എന്തായാലും പാട്ട് നന്നായിരുന്നു. ഇപ്പൊ ശ്രീകുട്ടനങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആൻസർ കുട്ടി, പാട്ടിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് എടുത്ത് കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ ഞങ്ങൾക്ക് ഇത്രയും പാടാൻ പറ്റിയത്, അറിയോ?
ഊണും ഉറക്കവും ഇല്ലാണ്ട് എത്രയോ പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ പാടാൻ പറ്റിയെന്ന് അമ്മയല്ലേ പറഞ്ഞ കുറച്ച് വർത്താനൊക്കെ ഒന്ന് കുറയ്ക്കാൻ. ഇവിടെ നോക്ക്, ഈ അതിന്റെ കാര്യം ഞങ്ങൾക്ക് ഒന്ന് അറിയണം. പാട്ടിൽ ശ്രദ്ധിച്ചാ മതി ഇനി. നന്നായിട്ടുണ്ടടാ കേട്ടാ, സൂപ്പർ. ഓക്കെ, അപ്പൊ മക്കളെ, we are giving you 98 out of 100. താങ്ക് യു ആരുടെ ഒരു ഷംസാർ പുകുരി. താങ്ക് യു. ഫാൻസർ കുട്ടി, അപ്പൊ ഹാപ്പി ആണല്ലോ. അപ്പൊ അടുത്ത തവണ തൊട്ട് കുറച്ചും കൂടി സംസാരിക്കണം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്.